ജൂലൈ 7-ന് ലണ്ടനിൽ അന്തരിച്ച സീറോ മലബാർ രൂപതയിലെ പ്രധാന വ്യക്തിത്വവും വേൾഡ് മലയാളി ഫെഡറേഷൻ UK നാഷണൽ കൗൺസിൽ ട്രഷറർ ആൻഡി മാത്യുവിന്റെ സംസ്കാരം 22-ന് ഈസ്റ്റേൺ ലണ്ടനിലെ റോംഫോർഡിലുള്ള ഈസ്റ്റ് ബ്രൂക്കൻഡ് സെമിത്തേരിയിൽ നടക്കും. 2 പതിറ്റാണ്ടിലേറെയായി ഈസ്റ്റ് ലണ്ടനിലെ ഡഗ്നാമിൽ താമസിക്കുന്ന ആന്റണി മാത്യു കുറച്ചുനാളായി ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയായിരുന്നു മരണം. IT കൺസൾട്ടന്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന ആന്റണി മാത്യു നിലവിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ബൈബിൾ അപ്പോസ്തലിക് കോർഡിനേറ്ററും പാസ്റ്റർ കൗൺസിൽ അംഗവും ബൈബിൾ കലോത്സവം കോർഡിനേറ്ററുമായി പ്രവർത്തിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10-ന് മൃതദേഹം റെയ്നാമിലെ ഔർ ലേഡി ഓഫ് ലാഡ്സ് പള്ളിയിൽ എത്തിച്ചേരും. ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിൽ അന്തിമോപചാരങ്ങൾ അർപ്പിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകും. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ മെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് സാംബ്രിക്കൽ പിതാവ് ശവസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബ്രിട്ടനിലെ സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്കായി ഏറ്റവും അധികം പരിശ്രമിച്ചവരിൽ ഒരാളാണ് ഈരേത്ര വെട്ടുതൊട്ടുങ്കൽ പരേതനായ ചെറിയാൻ മാത്യുവിന്റെയും എലിയമ്മ മാത്യുവിന്റെയും മകൻ ആന്റണി, ഭാര്യ ഡെൻസി ആന്റണി, മക്കൾ ഡെറിക് ആൽവിൻ. ഈസ്റ്റ് ഹാമിലും ഹോൺ ചർച്ചിലും സൗത്ത് എൻഡിലും സീറോ മലബാർ സഭയുടെ മാസ് സെന്ററുകളും തുടങ്ങാനും അവയെ മിഷനുകളായി വളർത്തുവാനും പ്രവർത്തിച്ചു. കലാ സാംസ്കാരിക വേദികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു.